വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ. മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ബിഗോണിയ പ്ലാന്റ്സ് ചെറിയ വിലയിൽ നിങ്ങൾക്ക് വേണ്ടി സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കരുത്, തുടക്കക്കാർക്ക് പറ്റിയ നോർമൽ ബിഗോണിയാസും പ്ലസ് റെയർ ബിഗോണിയാസും നമ്മുടെ കയ്യിൽ ഒരുപാട് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ പ്ലാന്റ്സ് തന്നെ കണ്ടാലോ. ഈ ഒരു സൈസ് പ്ലാന്റിന് 200 റുപ്പീസാണ് കേട്ടോ നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്. നല്ല അടിപൊളി വലിയ പ്ലാന്റാണ്. ഇപ്പോൾ ബിഗോണിയ പ്ലാന്റ്സ് നേരിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് സന്തോഷം അതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഗ്ലോണിമ പോലെയൊന്നും അത്ര ഈസി ആയിട്ട് നമുക്ക് അയക്കാനൊരു കോൺഫിഡൻസ് വളരെ കുറവാണ്. എങ്കിലും നമ്മൾ കൂടുതലും നമ്മൾ ഡയറക്റ്റ് സെയിലാണ് ബിഗോണിയയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമ്മൾ അന്ന് വെച്ച് കൊറിയർ അയക്കാതിരിക്കുന്നില്ല. നമ്മൾ ഓൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ നമ്മൾ ഈ ബിഗോണിയ കൊറിയർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും പ്ലാന്റ്സ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. എങ്കിലും നമ്മളൊരു സജഷൻ എന്ന രീതിയിൽ പറയുകയാണ്, അഗ്ലോണിമ പോലെയൊന്നും അത്ര ഈസി ആയിട്ട് നമുക്ക് ട്രാൻസിസ്റ്റ് പറ്റില്ല. സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്ഷീണം നടാൻ സാധ്യതയുണ്ട് കൊറിയറിൽ. എങ്കിലും ഇതുവരെ അയച്ചിട്ട് പറ്റിയിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് നേരിട്ട് വന്നെടുക്കുകയായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീട് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അതെല്ലാം കേരളത്തിൽ എവിടെയുള്ളവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾ കൂടുതൽ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ അത് ഡയറക്റ്റ് നിങ്ങൾക്ക് KSRTC കൊറിയർ വഴി നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കാറുണ്ട്. അതാവുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡൊക്കെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് ഈ ബിഗോണിയയുടെ ഉണ്ട്. അവർക്കൊക്കെ നമ്മൾ ഈ സെയിം പോട്ട്, ഏത് പോട്ടിലാണോ പ്ലാന്റ് ഇരിക്കുന്നത് ആ സെയിം പോട്ട്, ഇതൊക്കെ ഇപ്പോൾ ഈ ഒരു കപ്പ് സൈസിലാണ് ഇരിക്കുന്നത്. പക്ഷേ വലിയ പോട്ടിൽ നമുക്ക് പ്ലാന്റ്സ് ഉണ്ട് കണ്ടോ. ഈ ഒരു സൈസ് വലിയ പോട്ടിലാണെങ്കിൽ ഏത് പോട്ടിലാണോ പ്ലാന്റ് ഇരിക്കുന്നത് ആ സെയിം പോട്ട് നമ്മൾ വേര് ചോടൊട്ട് ഇളക്കാതെ അത് നമ്മൾ റാപ്പ് ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ വലിയ ബോക്സിനകത്താക്കി നമ്മൾ കൊറിയർ അയക്കുകയാണ്. അപ്പോൾ KSRTC കൊറിയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെയിറ്റ്, ഒരു 30 കിലോ വെയിറ്റ് വരെ നമുക്ക് ഒരു 400-350 ആ റേഞ്ചിൽ നമുക്ക് അയക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതിൻ്റെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കിട്ടുന്ന പോലെ തന്നെ സാധനം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൈ കിട്ടും. ചട്ടിയിൽ നിന്ന് പറിക്കാത്തത് കൊണ്ട് തന്നെ ഒട്ടും ക്ഷീണം ബിഗോണിയ പ്ലാന്റ്സിന് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ബിഗോണിയ ഏറ്റവും കൂടുതൽ നേരിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്യുന്നതിന് പകരം KSRTC വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കാറുള്ളത്. ഇപ്പോൾ കോഴിക്കോടൊക്കെ ആണെങ്കിലും കാസർഗോഡ്, കണ്ണൂരൊക്കെ മൂവാറ്റുപുഴയിൽ നിന്ന് അയക്കുമ്പോൾ 2ാമത്തെ ദിവസം, അതായത് മൺഡേ അയച്ചാൽ 3ാമത്തെ ദിവസം ബുധനാഴ്ചയാണ് കിട്ടാറുള്ളൂ നോർമലി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബസ്സിൽ അയക്കുകയാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ദൂരോട്ടുള്ള നമ്മുടെ കാസർഗോഡ്, കണ്ണൂരൊക്കെ രാത്രിയിലത്തെ ബസ്സിന് കയറ്റി വിടുമ്പോൾ നേരം വെളുക്കുമ്പോൾ തന്നെ അത് അവരുടെ ഏതാണോ, ഇപ്പോൾ കണ്ണൂർക്കാണെങ്കിൽ കണ്ണൂർ KSRTC ഡിപ്പോയിൽ പ്ലാന്റ് വന്ന് കിടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് നമ്മൾ കൊറിയർ സ്ലിപ്പ് അയച്ചു തരും. ആ സ്ലിപ്പ് അവിടെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ ഡെലിവറി കിട്ടും. അപ്പോൾ അതും ഒരു വലിയ ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കസ്റ്റമേഴ്സൊക്കെ അതുകൊണ്ട് ദൂരെയുള്ള കസ്റ്റമേഴ്സൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇപ്പോൾ എങ്ങനെയാണോ ഈ പ്ലാന്റ് ഇരിക്കുന്നത് അതേ പരുവത്തിൽ ഒരു കുഴപ്പവും വരാതെ അവർക്ക് ഇതുപോലെ തന്നെ നേരിട്ട് പർച്ചേസ് ചെയ്ത പോലെ തന്നെ പ്ലാന്റ്സ് അവർക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബിഗോണിയ പർച്ചേസ് ചെയ്യാം. പിന്നെ 1-2 വാങ്ങുകയാണെങ്കിൽ നമ്മൾ അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 നമ്മൾ ഈ വിത്ത് പോട്ട് തന്നെ. ഇനിയിപ്പോൾ മഴ ആയതുകൊണ്ട്, തണുപ്പ് സമയമായതുകൊണ്ട് ഇനി വിത്ത് പോട്ട് അല്ലെങ്കിൽ കൂടിയും ബിഗോണിക്ക് ട്രാൻസിസ്റ്റിൽ വലിയ കുഴപ്പം വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് അടിപൊളിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ബിഗോണിയ പ്ലാന്റ്സും കലാത്തിയ പ്ലാന്റ്സും കലേഡിയം പ്ലാന്റ്സും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബിഗോണിയ പ്ലാന്റ്സ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അഗ്ലോണിമ പോലെ ഇലപ്പേൻ വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാവരും പറയുന്നൊരു കംപ്ലയിൻറ്റ് പെട്ടെന്ന് പോകുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ക്ലൈമറ്റിൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും. ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിലധികം ഇല്ലാതെ എപ്പോഴും ഒരു ഈർപ്പം നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇത് വളരുക തന്നെ ചെയ്യും. പിന്നെ മാത്രമല്ല നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തതിന് സെയിലൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകളാണ് എങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് വെക്കാനും പറ്റും. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടോ, ഞാൻ ഒടിഞ്ഞു പോയ ഒരു ചെടിയിൽ നിന്ന് ഒരു ലീഫ് എടുത്ത് വെറുതെ കുത്തി വെച്ചതാണ്. ഒരു 2 വീക്സ് ആയിട്ടുള്ളൂ നമുക്കൊരു പുതിയ പ്ലാന്റ് നമുക്ക് കിട്ടി. അപ്പോൾ വെറുതെ മണൽ മാത്രം മതി. ഒരുപാട് വളങ്ങളും പൊട്ടി മിക്സുകളും ഒന്നും ബിഗോണിയ പ്ലാന്റ്സിന് ആവശ്യമില്ല. നമ്മൾ പുഴയിൽ നിന്ന് വരുന്ന ആറ്റുമണലുണ്ടെങ്കിൽ അത് മാത്രം മതി നമ്മൾ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് ഒരു വളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ബിഗോണിയ പ്ലാന്റ്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടല്ലോ അല്ലേ.
ഒരു ചെറിയ ലീഫ് നമ്മൾ ഒടിഞ്ഞു പോയൊരു ലീഫിൻ്റെ ഒരു കഷ്ണം വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൽ നിന്നൊരു പുതിയ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒന്നും പോയിട്ടില്ല, എല്ലാത്തിനും പുതിയ റൂട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് കണ്ടാലോ. ഈ ഒരു സൈസ് പ്ലാന്റ്സൊക്കെ നമ്മൾ വെറും 120 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. 120 രൂപയ്ക്ക് നല്ല അടിപൊളി ബിഗോണിയുടെ ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ നല്ല ഒരു റെയർ വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ. കേളി ടൈപ്പ് ബിഗോണിയൊക്കെയാണ് എപ്പോഴും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. നമ്മൾ 120 രൂപയ്ക്ക് കൊടുക്കുന്ന ഈ കേളി ടൈപ്പ് ബിഗോണി ശംഖ് എന്നാണ് ഇതിൻ്റെ പേര്. ശംഖ് പോലെ ഇരിക്കും. ശംഖിൻ്റെ ഒരുപാട് റെയർ വെറൈറ്റി 1000 റുപ്പീസൊക്കെ വെറൈറ്റി വരുന്ന പ്ലാന്റ്സും 800 ഒക്കെ വരുന്ന പ്ലാന്റ്സും ഉണ്ട്. ഇതൊക്കെ കേളിയുടെ റെയറാണ്. അപ്പോൾ നമ്മൾ അഗ്ലോണിമയിൽ റെയർ വെറൈറ്റി ഉള്ള പോലെ തന്നെ ബിഗോണിയിലും ഒരുപാട് റെയർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ റെയർ ആയിട്ടുള്ള ബിഗോണിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ബിഗോണിയ കളക്ട് ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം റെയർ വെറൈറ്റി നോർമലും. കാരണം കേളി ടൈപ്പിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്, അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഒരുപോലെ നട്ടുപിടിപ്പിച്ച് വളർത്തി നിൽക്കുമെങ്കിൽ ഒരു പക്ഷേ അഗ്ലോണിമ പ്ലാന്റ്സിനേക്കാളും ഭയങ്കര സൗന്ദര്യമാണ് കേട്ടോ ബിഗോണിയ പ്ലാന്റ്സ് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റാണ് ബിഗോണിയ. അപ്പോൾ നമുക്ക് 120 രൂപയുടെ സൈസുള്ള കുറേ പ്ലാന്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ സെയിം പോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. പോട്ട് അയക്കുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ചെറിയൊരു മാറ്റം വരും. പിന്നെ അടുത്തൊക്കെയാണ് എങ്കിൽ പിറ്റേ ദിവസം കിട്ടുന്ന ഏരിയയൊക്കെയാണ് എങ്കിൽ നമുക്ക് പോട്ടിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടും. മഴ സമയമായതുകൊണ്ട് ഒരു കംപ്ലയിൻറ്റും വരില്ല കേട്ടോ. ഈ പ്ലാന്റൊക്കെ ഇത്രയും വലിയ പ്ലാന്റ് 120 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഒരുപാട് വെറൈറ്റി ഉണ്ട്. 120 രൂപയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ 120 റേഞ്ച് വരുന്ന പ്ലാന്റ്സാണ് ഈ കാണുന്നത്. ഇനി ഫയർ വർക്കിൻ്റെയൊക്കെ പ്ലാന്റ് ഉണ്ട്. ബിഗോണിയിൽ അല്പം റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഫയർ വർക്ക്. ഇതൊക്കെ 250 റുപ്പീസാണ് കേട്ടോ. ഈ കാണുന്ന പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ 200 ആണ്. ഇതൊക്കെ 180 റുപ്പീസാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു റെയർ വെറൈറ്റി പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് എന്ന് വെച്ചാൽ 250 റുപ്പീസാണ് കേട്ടോ. നമുക്ക് ഒരുപാട് വെറൈറ്റി ബിഗോണിയാസ് ഉണ്ട്. അതിൽ ഒരു 120 മുതലാണ് നമ്മുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു 200-250 റേഞ്ചിൽ. ഇത് കണ്ടോ, ഈ ഒരു പ്ലാന്റ് ഒരു സന്ധ്യ ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭംഗിയായി കാണും. ഇതൊരു ബ്ലൂ ഷെയ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു സ്റ്റാർ ഷേപ്പ് ബിഗോണിയാണ്. ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് 250 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കൂടാതെ ഈ ഒരു കേളി വെറൈറ്റി ഇതൊക്കെ 250-200 ആ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി ബിഗോണികളാണ് കേട്ടോ. നല്ല കാണാൻ നല്ല വയലറ്റും വെള്ള. ഇതിൻ്റെയൊക്കെ വലുതായി കഴിയുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് മെച്ചർ ലീഫിന്. അതുപോലെ കേളി ടൈപ്പ് റെയർ ബിഗോണിയാസ് നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇനി അഗ്ലോണിമ പോലെ തന്നെ റെയർ ബിഗോണിയ ആവശ്യമുള്ളവർക്ക് പറ്റിയ ഒരുപാട് റെയർ ബിഗോണിയകളും നമ്മുടെ കയ്യിൽ സെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലാന്റ്സ് വേണ്ടവർ മറക്കാതെ കോൺടാക്റ്റ് ചെയ്യണം. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് മഴക്കാലത്ത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഒപ്പം വേനൽക്കാലത്ത് അല്പം കെയർ ഉണ്ടെങ്കിൽ നമ്മുടെ വീട് വളരെ ഭംഗിയായിട്ട് അലങ്കരിക്കാൻ പറ്റും. മനോഹരമായ ഒരു ഇലച്ചെടിയും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൂടുതൽ തൈകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ബിഗോണിയ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, അപ്പം നിങ്ങൾ പ്ലാന്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഒരു മൂത്ത ഇല എടുത്ത് നിങ്ങൾ മണലിൽ മാത്രം കുത്തിവെച്ച് തണലത്ത് വെച്ച് ഒരു തൈ കൂടി നിങ്ങൾ ഉണ്ടാക്കുക. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഒരു ചെടി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് അടുത്ത തൈകൾ ഉണ്ടാക്കാവുന്നതാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.